നമസ്കാരം. എൻ്റെ പേര് പവിത്ര പി നായർ. ഞാൻ പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനും ഈ ഗീതാ ചാലഞ്ചിൽ ഭാഗമാവുകയാണ്. ഞാനിന്നിവിടെ 13ാം അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകമാണ് ചൊല്ലി വ്യാഖ്യാനിക്കാൻ പോകുന്നത്. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവദാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. ഭൗതിക പ്രകൃതിയെക്കുറിച്ചും ജീവസത്തയെക്കുറിച്ചും പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രതിപ്രവർത്തനത്തെക്കുറിച്ചുമുള്ള ഈ തത്വചിന്ത മനസ്സിലാക്കുന്ന ഒരാൾക്ക് തീർച്ചയായും മോക്ഷം ലഭിക്കും. അവൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം എന്തുതന്നെയായാലും അയാൾ വീണ്ടും ഇവിടെ ജനിക്കില്ല. ഭൗതിക പ്രകൃതി, പരമാത്മാവ്, വ്യക്തിഗത ആത്മാവ്, അവയുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഒരുവനെ മോക്ഷം പ്രാപിക്കാനും ആത്മീയ അന്തരീക്ഷത്തിലേക്ക് തിരിയാനും യോഗ്യനാക്കുന്നു. ഭൗതിക പ്രകൃതിയിലേക്ക് മടങ്ങാൻ നിർബന്ധിതനാകാതെ തന്നെ. ഇതാണ് അറിവിൻ്റെ ഫലം. ജീവസത്ത യാദൃശ്ചികമായി ഈ ഭൗതിക അസ്തിത്വത്തിൽ വീണു എന്ന് വ്യക്തമായി മനസ്സിലാകുക എന്നതാണ് അറിവിൻ്റെ ലക്ഷ്യം. അധികാരികൾ, സന്യാസിമാർ, ഒരു ആത്മീയ ഗുരു എന്നിവരുമായി സഹകരിച്ച് വ്യക്തിപരമായി പരിശ്രമിച്ച് അവൻ തൻ്റെ സ്ഥാനം മനസ്സിലാക്കുകയും പിന്നീട് ഭഗവത്ഗീത മനസ്സിലാക്കി ആത്മീയ ബോധത്തിലേക്കോ കൃഷ്ണബോധത്തിലേക്കോ മടങ്ങുകയും വേണം. അപ്പോൾ അവൻ ഒരിക്കലും ഈ ഭൗതിക അസ്തിത്വത്തിലേക്ക് വരില്ലെന്നുറപ്പാണ്. ആനന്ദകരമായ നിത്യമായ ജീവിതത്തിനായി, അറിവിൻ്റെ ജീവിതത്തിനായി അവൻ ആത്മീയ ലോകത്തേക്ക് മാറ്റപ്പെടും. നന്ദി, നമസ്കാരം.